ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കഷ്ടതകൾ അനുഭവിക്കുമ്പോൾ അത് നല്ലതാണെന്ന് പറയാൻ ആർക്കും കഴിയുമെന്ന് തോന്നുന്നില്ല. എന്നാൽ ജീവിത ദിനവൃത്താന്തത്തിന്റെ പേജുകൾ പിറകോട്ട് മറിച്ചു വായിക്കുമ്പോൾ കഴിഞ്ഞകാല സഹനങ്ങളിൽ നിന്ന് ശാശ്വതമായ ചില നന്മകൾ വിരിഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ കഷ്ടതകൾക്ക് ദൈവത്തിന് നന്ദി പറയുവാനും സാധിക്കും. തന്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളിൽ നിന്നും വിരിഞ്ഞ നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സങ്കീർത്തനക്കാരൻ പറഞ്ഞു, 119:71 നിന്റെ ചട്ടങ്ങൾ പഠിക്കുവാൻ തക്കവണ്ണം ഞാൻ കഷ്ടതയിലായിരുന്നത് എനിക്ക് ഗുണമായി. കഷ്ടതകൾ നല്ലതാണെന്നല്ല, ദൈവിക പ്രമാണങ്ങളിലേക്ക് തിരിയാനും തിരുവചനം ജീവിത ശൈലിയാക്കുവാനുമൊക്കെ ദുരന്തങ്ങൾ സഹായിച്ചുവെന്നാണ് സങ്കീർത്തനക്കാരന്റെ സാക്ഷ്യം. നമ്മുടെ ശുദ്ധീകരണത്തിനും തിരുത്തലിനും നന്മയ്ക്കും തിരുവചനത്തിലേക്ക് തിരിയുന്നതിനു വേണ്ടിയും ദൈവം സഹനങ്ങളെ പ്രയോജനപ്പെടുത്തുന്നത് എങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് ചിന്തിക്കാം. ഒന്ന്, നമ്മെ തകർക്കുവാനല്ല, തിരുത്തുവാനും യഥാസ്ഥാനപ്പെടുത്തുവാനും ദൈവം സഹനങ്ങൾ പ്രയോജനപ്പെടുത്താറുണ്ട്. നമ്മുടെ വേദനകളിൽ ദൈവം ഒരിക്കലും സന്തോഷിക്കുന്നില്ല. അങ്ങനെ നമ്മളൊരിക്കലും ചിന്തിക്കരുത്. നമ്മെ വഴിതെറ്റിൽ തുടരുവാൻ അനുവദിക്കാത്ത ദൈവത്തിന്റെ വലിയ സ്നേഹമാണ് ചില സഹനങ്ങൾക്ക് പിന്നിൽ. എബ്രായലേഖനം 12:6-7 വാക്യങ്ങൾ. താൻ സ്നേഹിക്കുന്നവന് കർത്താവ് ശിക്ഷണം നൽകുന്നു, മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. ശിക്ഷണത്തിനു വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത്. മക്കളോടെന്ന പോലെ ദൈവം നിങ്ങളോട് പെരുമാറുന്നു. പിതാവിന്റെ ശിക്ഷണം ലഭിക്കാത്ത ഏത് മക്കളാണ് ഉള്ളത്? ബാലശിക്ഷ നൽകുന്ന ദൈവത്തിന്റെ കരുതലും സ്നേഹവും തിരിച്ചറിയാൻ അത്ര എളുപ്പമല്ല. നമ്മിലെ ആദ്യ സ്നേഹം നഷ്ടപ്പെടുന്നതും മുൻഗണനകൾ മാറുന്നതുമൊക്കെ തിരുത്തി എഴുതപ്പെടേണ്ടതാണ് എന്ന് ദൈവം മനസ്സിലാക്കുമ്പോൾ അവൻ നമ്മെ തിരുത്തും. God uses affliction to awaken us. സദൃശവാക്യം 3:11-12. കർത്താവിന്റെ ശിക്ഷണത്തെ നിന്ദിക്കരുത്, അവിടുത്തെ ശാസനത്തിൽ മടുപ്പ് തോന്നരുത്. എന്തെന്നാൽ പിതാവ് പ്രിയമക്കളെ എന്ന പോലെ കർത്താവ് താൻ സ്നേഹിക്കുന്നവരെ ശാസിക്കുന്നു. ദൈവത്തിന്റെ തിരുത്തൽ വേദനയും യാതനയുമൊക്കെ ഉണ്ടാക്കുന്നതാണ്. പക്ഷെ അത് സൗഖ്യവും ശാന്തിയും സമാധാനവും നൽകുന്നു എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം. രണ്ടാമത്, നമ്മുടെ വിശ്വാസത്തിന്റെ ശുദ്ധീകരണത്തിനായി ദൈവം ജീവിത സഹനങ്ങളെ പ്രയോജനപ്പെടുത്തും. 1 പത്രോസ് 1:6-7. അല്പകാലത്തേക്ക് വിവിധ പരീക്ഷകൾ നിമിത്തം നിങ്ങൾക്ക് വ്യസനിക്കേണ്ടി വന്നാലും അതിൽ ആനന്ദിക്കുവിൻ. കാരണം അഗ്നിശോധനയെ അതിജീവിക്കുന്ന നശ്വരമായ സ്വർണത്തേക്കാൾ വിലയേറിയതായിരിക്കും പരീക്ഷകളെ അതിജീവിക്കുന്ന നിങ്ങളുടെ വിശ്വാസം.
അത് യേശുക്രിസ്തുവിന്റെ പ്രത്യാഗമനത്തിൽ സ്തുതിക്കും മഹത്വത്തിനും ബഹുമാനത്തിനും കാരണമാകും. നമ്മുടെ ജീവിതം കംഫർട്ട് സോണിലായിരിക്കുമ്പോൾ സ്വയത്തിൽ ആശ്രയിക്കാനുള്ള പ്രവണതയായിരിക്കും നമ്മിലുണ്ടാവുക. എന്നാൽ ജീവിത സഹനങ്ങളിൽ ദൈവത്തിലേക്ക് നോക്കുവാനും ശക്തമായി ദൈവത്തിൽ ആശ്രയിക്കുവാനും നമ്മൾ തയ്യാറാകും. ദൈവത്തിലേക്ക് ചാരുമ്പോൾ ദൈവശക്തിയുടെ മഹത്വവും നമ്മിലുള്ള സന്തോഷവും സംതൃപ്തിയുമൊക്കെ നമുക്ക് അനുഭവിക്കുവാൻ സാധിക്കും. അഗ്നി സ്വർണത്തെ ശുദ്ധീകരിക്കുന്നതുപോലെ നമ്മിലെ പാപസ്വഭാവങ്ങളും സംശയങ്ങളുമൊക്കെയാകുന്ന മാലിന്യങ്ങളെ സഹനങ്ങളിലൂടെ ശുദ്ധീകരിച്ച് നമ്മുടെ വിശ്വാസം ശ്രേഷ്ഠമാക്കുന്ന ദൈവത്തിന്റെ ഡിവൈൻ പ്രോവിഡൻസ് ആണ് ജീവിതത്തിലെ സഹനങ്ങൾ. ഇത് തിരിച്ചറിയുവാൻ നമുക്ക് തിരുവചനത്തിലൂടെയുള്ള അന്വേഷണ യാത്ര വളരെ ആവശ്യമാണ്. മൂന്നാമത്, തിരുവചനത്തിന്റെ അർത്ഥങ്ങളുടെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലാൻ സഹനങ്ങൾ സഹായകമാകും. സങ്കീർത്തനം 119:67 കഷ്ടതയിൽ പെടുന്നതിന് മുമ്പ് ഞാൻ വഴിതെറ്റിപ്പോയി, എന്നാൽ ഇപ്പോൾ ഞാൻ അങ്ങയുടെ വചനം അനുസരിക്കുന്നു. ആത്മാവിന്റെ ദാഹം തീർക്കുന്ന പുണ്യ തീർത്ഥമാണ് തിരുവചനം. വെറുതെയുള്ള വായനയിലും കേൾവിയിലും ഇത് പലപ്പോഴും നമുക്ക് മനസ്സിലാകാതെ പോകാറുണ്ട്. എന്നാൽ ജീവിത സഹനങ്ങളിൽ തിരുവചനത്തിന്റെ ആത്മീയ മർമ്മങ്ങളും മൂല്യവും മഹത്വവുമൊക്കെ തിരിച്ചറിയുവാൻ നമുക്ക് അവസരം ലഭിക്കും. അത് ശക്തമായ ആത്മീയ മുന്നേറ്റത്തിന് നമ്മെ സഹായിക്കും. പന്നി തിന്നുന്ന വാളവര കൊണ്ട് വയറ് നിറയ്ക്കുവാൻ ധൂർത്തപുത്രൻ ആഗ്രഹിച്ചു. പക്ഷേ അവനതാരും കൊടുത്തില്ല. അപ്പോൾ അപ്പന്റെ ഭവനത്തിലെ സമ്പന്നത അവന് ഓർമ്മ വന്നു. ഒരിക്കൽ നിസ്സാരമായി കരുതിയിരുന്ന സ്വന്തം ഭവനത്തിലെ അനുഗ്രഹങ്ങളുടെ മൂല്യം അപ്പോഴാണ് അവൻ തിരിച്ചറിഞ്ഞത്. നമ്മൾക്കും മക്കൾക്കും തിരുവചനത്തിലെ വാഗ്ദത്തങ്ങളുടെയും ദൈവസ്നേഹത്തിന്റെയും മഹത്വം തിരിച്ചറിയാൻ ചില സഹനപാതകളിലൂടെ ദൈവം നടത്താറുണ്ട്. അതിൽ പരിഭവപ്പെടരുത്. അതും ദൈവത്തിന്റെ സ്നേഹമാണ്. നാലാമത്, സഹനങ്ങളിൽ പരിഭവം പറയുന്നതിന് പകരം സ്തോത്രം പറയാൻ തിരുവചനം നമ്മെ പഠിപ്പിക്കും. 1 തെസ്സലോനിക്കർ 5 എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാ കാര്യങ്ങളിലും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് ക്രിസ്തു യേശുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. എങ്ങനെയാണ് സഹനങ്ങളിൽ എപ്പോഴും സന്തോഷിക്കാൻ കഴിയുക? ജീവിത സഹനങ്ങൾ അനുസരണം, സ്വഭാവശുദ്ധി, വിനയം, ദൈവാശ്രയം, വിശ്വാസസ്ഥിരത എന്നിവയൊക്കെ നമ്മളിലുണ്ടാക്കുന്നു എന്ന തിരിച്ചറിവ് ദൈവത്തെ സ്തോത്രം ചെയ്യുവാൻ സഹായകമാകും. ഇതൊന്നും പഠിക്കാനും തിരുത്താനും നമ്മുടെ ഈഗോ ഒരിക്കലും സമ്മതിക്കില്ല. മാത്രവുമല്ല, പ്രിയപ്പെട്ടവർ ഉപദേശിച്ചാൽ കേൾക്കാൻ നമ്മൾ തയ്യാറാവുകയുമില്ല. അതുകൊണ്ട് ദൈവത്തിന്
നമ്മുടെ സ്വഭാവ ശുദ്ധീകരണത്തിനു വേണ്ടി ചില സ്നേഹപൂർവമായ സമീപനങ്ങൾ സ്വീകരിക്കേണ്ടി വരും. കർഷകൻ വിതയ്ക്കുന്ന വിത്ത് മണ്ണിനടിയിൽ ചൂടും വരൾച്ചയുമൊക്കെ സഹിച്ച് കുറെ കാലം കാത്തിരിക്കും. ആ കാത്തിരിപ്പ് നഷ്ടമല്ല, അതിൽ നിന്ന് ഒരു പുതിയ സസ്യം രൂപപ്പെടും. അതുപോലെ ജീവിത സഹനത്തിലൂടെ ശ്രേഷ്ഠമായ ഒരു വ്യക്തിത്വം നമ്മിൽ ദൈവം രൂപപ്പെടുത്താറുണ്ട്. സഹനങ്ങളുടെ 4 ആത്മീയ മർമ്മമാണ് നമ്മൾ ചിന്തിച്ചത്. ഒന്ന്, നമ്മെ തകർക്കുവാനല്ല, തിരുത്തുവാനും യഥാസ്ഥാനപ്പെടുത്തുവാനും ദൈവം സഹനങ്ങൾ പ്രയോജനപ്പെടുത്തുന്നു. നമ്മുടെ വിശ്വാസത്തിന്റെ ശുദ്ധീകരണത്തിനായി ജീവിത സഹനങ്ങളെ ദൈവം പ്രയോജനപ്പെടുത്തും. 3, തിരുവചനത്തിന്റെ അർത്ഥങ്ങളുടെ ആഴങ്ങളിലേക്ക് കടന്നു ചെല്ലുവാൻ ജീവിത സഹനങ്ങൾ സഹായകമാകും. 4, സഹനങ്ങളിൽ പരിഭവം പറയുന്നതിന് പകരം സ്തോത്രം പറയാൻ തിരുവചനം പഠിപ്പിക്കും. ദൈവത്തിന്റെ ദിവ്യ പരിപാലനം നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളിലൂടെ കടന്നുവരുമ്പോൾ അസ്വസ്ഥരാകാതെ ദൈവസ്നേഹത്തിൽ ചേർന്നു നിന്ന് ശുദ്ധീകരണത്തിനായി നമ്മുടെ ആത്മ ശരീര മനസ്സുകളെ സമർപ്പിക്കുവാൻ നമുക്ക് മനസ്സ് ഒരുക്കാം. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.